ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ ഒരു കുട്ടി വ്ളോഗിലേക്ക് സ്വാഗതം. ഒന്നുമില്ല, നിങ്ങൾ സാധാരണ ഞങ്ങളുടെ മിക്ക വീടുകളിലും ഈ പരിസരമൊക്കെ കണ്ടിട്ടുള്ളതാണ്. എന്നാലും ഞാൻ ജസ്റ്റ് നിങ്ങളെ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ഒക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ഈ വീട്ടിലേക്ക് കയറിയിട്ട് അധികം നാളായിട്ടില്ല. ലാസ്റ്റ് ജനുവരിയിലായിരുന്നു നമ്മുടെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ഒക്കെ. നിങ്ങൾക്ക് ഈ ഇതിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, ഇത് റോഡ് സൈഡ് അല്ല നമ്മുടെ വീട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ തന്നെ നോക്കിയെടുത്തതാട്ടോ. ഞങ്ങൾക്ക് കുറച്ച് ഉള്ളിലേക്ക് വേണമെന്നായിരുന്നു ആഗ്രഹം. അത് ചിലവരങ്ങനെയാണല്ലോ. ഞങ്ങൾക്ക് റോഡ് സൈഡ് താല്പര്യമില്ലായിരുന്നു. ഞങ്ങൾ ആദ്യം നിന്നതൊക്കെ ഭയങ്കര റോഡ് സൈഡായിരുന്നു ഞങ്ങളുടെ തറവാടൊക്കെ. അതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നമുക്കുള്ളത് കൊണ്ട് നമ്മൾ സ്ഥലം മേടിക്കുന്ന പ്ലാൻ ഇട്ടപ്പോൾ തന്നെ കുറച്ച് ഉള്ളിലേക്ക് മതിയെന്ന് തന്നെ നമ്മൾ ആദ്യം തീരുമാനിച്ചിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് ഉള്ളിലേക്കാണ് സ്ഥലം എടുത്തതും വീട് വെച്ചതും. പിന്നെ കുറച്ച് കൂടുതൽ സ്ഥലം കിട്ടാൻ വേണ്ടി കൂടിയായിരുന്നു അത്. ഇപ്പം ഞങ്ങളുടെ വീടുള്ളത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ പുലുരാമ്പാറ എന്നുള്ള സ്ഥലത്താണ്. കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ഇതൊരു മലയോര പ്രദേശമാണ് ഞാൻ പറഞ്ഞ പോലെ. എന്തൊക്കെയായാലും നല്ലൊരു സുഖമാണ്. എന്താ പറയുക, ഉള്ളിലേക്ക് താമസിക്കുന്നവർക്കും ജീവിക്കുന്നവർക്കും അറിയായിരിക്കും. ഒരു പ്രത്യേക സുഖമാണ് സത്യം പറഞ്ഞാൽ. ആരുടെ ഒരു ശല്യമില്ല, വണ്ടികളുടെ ഒച്ചയില്ല. എന്നാൽ നമുക്ക് പള്ളിയും കാര്യങ്ങളും എല്ലാം തൊട്ടടുത്ത് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. 10 മിനിറ്റ് നടന്ന പള്ളിയെത്തി, സ്കൂളെത്തി, എല്ലാം ഉണ്ട്. പക്ഷേ കുറച്ച് ഉള്ളിലേക്ക് കയറി വരണമെന്ന് മാത്രം. ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളെല്ലാം പറമ്പിൽ വെച്ച് പിടിപ്പിച്ച് കൊണ്ടുവരുന്നതേ ഉള്ളൂ. നമ്മുടെ മുറ്റത്ത് മാവും സപ്പോട്ടയും റംബൂട്ടാനും എല്ലാം നമ്മൾ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ മുറ്റത്ത് വേറെ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പറമ്പ് നിറച്ച് തെങ്ങായിരുന്നു. നമ്മൾ ആ തെങ്ങെല്ലാം മുറിച്ചിട്ടാണ്, വേറെ സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മൾ വീട് വെച്ചത്. ഇപ്പം നമ്മളെല്ലാം ഒന്നേന്ന് തന്നെ നട്ടു പിടിപ്പിച്ച് കൊണ്ടുവരും. നമ്മുടെ മുറ്റത്ത് കുറച്ച് തടലാക്കി എടുക്കണം. അതിനു വേണ്ടി കുറേ ചെടികളൊക്കെ നട്ടു പിടിപ്പിച്ച് കൊണ്ടുവരുന്നതേ ഉള്ളൂ. പക്ഷേ നമുക്കിവിടെ കുറച്ച് സ്ഥലമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടെ നമ്മൾ അത്യാവശ്യം കൃഷിയൊക്കെ ഇറക്കിയിട്ടുണ്ട്. ചേനയും ചേമ്പും കപ്പയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം വേറൊന്നും കൂടിയുണ്ട്. പന്നിശല്യം നല്ലോണം ഉണ്ട്. മലയോര പ്രദേശത്ത് താമസിക്കുന്ന എല്ലാവർക്കും അറിയാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ എല്ലാം പന്നി വന്ന് നശിപ്പിക്കും. നമ്മൾ താഴെ കുറേ കാര്യങ്ങൾ നട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ലോണമായി 2 മാസം കഴിഞ്ഞെല്ലാം പറിക്കാനായതായിരുന്നു. പക്ഷേ മുക്കാലും വന്ന് പന്നി നശിപ്പിച്ച് കളഞ്ഞു. അതൊരു സങ്കടം തന്നെയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടമാണ്. അങ്ങനെയൊക്കെ പോകുന്നു ഞങ്ങളുടെ ജീവിത കാര്യങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു കുട്ടി വ്ളോഗുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.